തടയാൻ വേണ്ടിയുള്ള അക്ഷീണ യത്നം നടത്തിയിട്ടും സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ടും ചില മാധ്യമങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടുനിന്നിട്ടും കേരളത്തിലെ PR എക്സസൈസും വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും അതിനെല്ലാം അതിജീവിച്ച് കോഴിക്കോടിന്റെ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കടലിരമ്പം സാധിപ്പിച്ച ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായ ചോര നീരാക്കിയ അധ്വാനത്തിൽ വിജയിച്ചു വന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ഈ ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഹൃദയം തുറന്ന് അഭിമാനിക്കാൻ, ആവേശത്തോടെ ചേർത്ത് പിടിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉദ്ഘാടകൻ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട ജനനായകനിവിടെ പറഞ്ഞൊരൊറ്റ വാചകം, ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് ഇപ്പൊ പ്രതീക്ഷയും കരുത്തും വർദ്ധിപ്പിക്കുന്നത് കോഴിക്കോട്ടെ വിജയമാണ് എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എറണാകുളത്തും മലപ്പുറത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലൊക്കെ വിജയിക്കുമ്പോ അതല്ലെങ്കിലും UDFന്റെ വേരോട്ടമുള്ള മണ്ണല്ലേ എന്ന് പറഞ്ഞ വിജയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമങ്ങളും വിജയിക്കാത്ത തരത്തിൽ 13-ൽ 10 അസംബ്ലിയിലും വോട്ട് കണക്കൂട്ടുമ്പോ വിജയം ലഭിക്കുന്ന തരത്തിൽ ഈ കോഴിക്കോട് ജില്ലയിൽ ജനാധിപത്യ മുന്നണിയുടെ ഒരു വസന്ത കാലത്തിലാണ് നിങ്ങൾ തിരികൊളുത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അത്യുജ്വലമായ വിജയമാണ് ഇവിടെ നിങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് അതാണ്, അധികാര അഹന്തയുടെ കാലം കഴിയുന്നു, ജനങ്ങളുടെ നല്ല കാലം വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇത് നിറയെ അഭിമാനമാണ്. ഈ കോഴിക്കോടിന്റെ ഒരു വേദിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഈ വേദിയിൽ ഇരുത്തി നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം UDFന്റെ നേതാക്കന്മാർക്ക് ലഭിച്ചൊരവസരം. ഇനിയും മുതലക്കുളത്തുന്ന സ്വീകരണം കോഴിക്കോട്ടെ കടപ്പുറത്തേക്ക് നമ്മൾ മാറ്റണം. ആ കടപ്പുറത്തെ സ്വീകരണത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് മാലയിട്ട് സ്വീകരിക്കാൻ കോഴിക്കോട്ടെ ജനാവലിയും UDFന്റെ പ്രവർത്തകരും ഒരുങ്ങുകയാണ്. മന്ത്രിമാർക്ക് സ്വീകരണം നൽകാൻ UDF ഒരുങ്ങുകയാണ്. ഒരു കണ്ടീഷൻ കൂടെ ചേർത്ത് വെക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2 UDFന്റെ MLA-മാർ അവർക്ക് മാലയിടാൻ അതിന് നമുക്ക് സാധിക്കണം എന്നുള്ളതും ഇപ്പൊ ഈ നാട് നമ്മളിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയാണ്. നിങ്ങളെ ഉറ്റുനോക്കുകയാണ്, ജനപ്രതിനിധികളെ ഉറ്റുനോക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വീട് കയറി ഇറങ്ങിയ ഓരോ സാധാരണ പ്രവർത്തകനും, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ഒരു സാധാരണ UDF പ്രവർത്തകർ, നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച, നിങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ച, നിങ്ങൾക്ക് വേണ്ടി പ്രകടനം നടത്തിയ, നിങ്ങൾക്ക് വേണ്ടി ജാഥ നടത്തിയ, നിങ്ങൾക്ക് വേണ്ടി ഫോൺ ചെയ്ത, നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട, നിങ്ങൾക്ക് വേണ്ടി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട, സ്റ്റോറി ഇട്ട സാധാരണ UDF പ്രവർത്തകർ അവരിനി കരുതുന്നത് എന്താണെന്നറിയോ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് കോഴിക്കോട്ടെ വീടുകളിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ മെമ്പർ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കരുത്ത് അവർക്കുണ്ടാവും. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രസിഡന്റ് നയിക്കുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടാവും. ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ചെയർമാൻ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാകും. വൈസ് ഉണ്ടാകും, ഡെപ്യൂട്ടി ഉണ്ടാകും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാകും. സാധാരണ ജനപ്രതിനിധികൾ നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി നിന്ന് അനിവാര്യമായ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഞാനിവിടെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കിനി വിശ്രമത്തിന്റെ ദിവസങ്ങളല്ല, നമുക്കിനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അവസാനിച്ചിട്ടില്ല. നമ്മൾ ഇലക്ഷൻ മോഡിൽ തന്നെയാണ്. നിങ്ങൾ ഇറങ്ങി നിൽക്കണം. വോട്ടർ പട്ടികയിൽ ഇനി ആയിരക്കണക്കിന് ആളുകളെ തിരിച്ചു ചേർത്താനുണ്ട്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ച പലർക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് ഹിയറിംഗിൽ ഹാജരാവാൻ BLO നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കുടുംബത്തിലെ വോട്ട് ചിലതുണ്ട്, ചിലതില്ല. നിങ്ങൾ കുറ്റ്യാടിയിൽ നിന്ന് വാർത്ത കണ്ടു, ഒരു ബൂത്തിൽ 400-ലധികം വോട്ട് കാണുന്നില്ല എന്നുള്ള വാർത്ത നിങ്ങൾ വായിച്ചു. നിങ്ങൾ ഏറാമലയിൽ നിന്ന് വാർത്ത വായിച്ചു, ഒരു ബൂത്തിൽ 300-ലധികം വോട്ടുകൾ ഇല്ല എന്നുള്ള വാർത്ത നിങ്ങൾ വായിച്ചു. ഓരോ ബൂത്തിലും 100 കണക്കിന് വോട്ടുകൾ. ആ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പട്ടികയിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാനും നിങ്ങളും ഇറങ്ങി നിന്ന് അധ്വാനിക്കണം. ഞാനും നിങ്ങളും വോട്ടർ പട്ടികയുമായി വീട് കയറി ഇറങ്ങണം. ഞാനും നിങ്ങളും റിജക്റ്റഡ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കണം. ഞാനും നിങ്ങളും നോ മാപ്പിംഗ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കണം. നമ്മുടെ BLA-മാരെയും കൂട്ടി BLOയുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് നോ മാപ്പിംഗിന്റെ ലിസ്റ്റ് വാങ്ങണം.
കണ്ടെത്താൻ കഴിയില്ല എന്നിവർ പറഞ്ഞത് എഴുതിയത് ബോധപൂർവമാണോ എന്ന് അന്വേഷിക്കണം. ആരുടെയെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട അത് സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയാണെന്ന് കണ്ടെത്തിയാൽ അവരെ രേഖകൾ സഹിതം ഹിയറിംഗിന് ഹാജരാക്കിയും ആ വോട്ടുകളെ തിരികെ കയറ്റി ഇവരെ ഇറക്കിവിടാനുള്ള പോരാട്ടത്തിന്, ആ ജനാധിപത്യ പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഒരു ഇടപെടൽ നടത്താൻ നിങ്ങൾ നിശ്ചയിക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു, SIR മേലുള്ള മുഴുവൻ ക്രമക്കേടുകളെയും ബൂത്തിൽ വീടുകളിൽ ചെന്ന് അതിനെ പൊളിച്ച് ഒരു നേരുള്ള വോട്ടർ പട്ടികയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം കയ്യടികളോടെ ഈ വേദിയിൽ നേരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയൊന്നും പോരാ, നിങ്ങളുടെ ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം അക്കാര്യത്തിൽ വേണം. നിങ്ങൾ ഇറങ്ങിയേ തീരൂ, മറ്റാരെക്കാളും നിങ്ങൾ ഇറങ്ങിയേ തീരൂ. നിങ്ങൾ ഇറങ്ങിയാലേ അത് നടക്കും. കാരണം അവര് നിങ്ങളെപ്പറ്റി ഇപ്പൊ പറയുന്നത് അത് ഞാളെ മെമ്പറാണ് എന്നുള്ളതാണ്. നിങ്ങളെപ്പറ്റി അവരിപ്പൊ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അവരുടേതാണെന്ന് അവരുറപ്പിച്ചിട്ടാണ് ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചത്. എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്ലാങ്? എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടോണ്? എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാത്തത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം അവരാഗ്രഹിച്ചിട്ടില്ലെങ്കിലും അവരധികാരത്തിൽ വന്നിട്ടില്ലെങ്കിലും അവർക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണം നടത്താൻ ഇപ്പോഴുള്ള ഗവൺമെന്റ് തന്നെ മതിയായിരുന്നു എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വോട്ടിന്റെ ലാഭക്കണക്കും കൊതിയും കൊണ്ട്, അധികാരത്തിനോടുള്ള കൊതി കൊണ്ട് RSSന്റെ ബാന്ധവം മറന്നീക്കി പുറത്തു വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഓരോ ദിവസവും CPIMന്റെ നേതാക്കന്മാരുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങള് അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങള് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചിവിടെ കേസ് പറഞ്ഞു മറുപടി ഞങ്ങൾ പറയുന്നു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് കേരളത്തിലെ ഹിന്ദുവിനും കേരളത്തിലെ മുസ്ലിമിനും കേരളത്തിലെ ക്രിസ്ത്യാനിക്കും കേരളത്തിലെ മതമുള്ളവനും കേരളത്തിലെ മതമില്ലാത്തവനും എന്തിന് നല്ല CPMകാരന് പോലും ഉറച്ചു വിശ്വസിക്കാൻ കഴിയാവുന്ന നിഷ്പക്ഷത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് UDFന്റെ ഭരണകാലത്തുണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ പറയുന്നു. അതേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് ഇസ്ലാം മതവിശ്വാസിക്കും നീതി ലഭിക്കുന്നതായിരിക്കും, ഇസ്ലാമിസ്റ്റുകൾക്കായിരിക്കില്ല. അത് ഹൈന്ദവന് നീതി ലഭിക്കുന്നതായിരിക്കും, അത് ഹിന്ദുത്വവാദികൾക്കായിരിക്കില്ല. അത് ക്രൈസ്തവനും മറ്റു മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും നീതി ലഭിക്കുന്നതായിരിക്കും. ഒരു വരി കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പോലീസിന്റെ നിറം, അവരുടെ വേഷത്തിന്റെ നിറം അത് കാക്കിയായിരിക്കും, കാവിയായിരിക്കില്ല എന്നുള്ളതും ഈ വേദിയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അധികാരം നിങ്ങൾ പോലീസിനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഈ ജില്ലക്കാർക്കറിയാം, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ വോട്ട് എണ്ണിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ലാത്തിയേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് ഈ കോഴിക്കോട്ടെ ജില്ലക്കാരുൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് നാട്ടിലെ ജനങ്ങളെ തമ്മിൽ അങ്ങ് അടുപ്പിക്കുക. പച്ചക്ക് 4 വോട്ടിന് വേണ്ടി കഴിഞ്ഞ ശബരിമല കാലത്ത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ചവൻ ഇപ്പോ തലതിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കൾ വരിയായി നിന്ന് മാറാട് കലാപത്തെ സംബന്ധിച്ച് സമൂഹത്തിലെ ഭിന്നിപ്പുകളെ അതിനെ വീണ്ടും കോലുകൊണ്ട് തോണ്ടി ഉണർത്താനുള്ള ശ്രമം ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്നത്? കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഒരു കലാപവും നടക്കരുതെന്നാണ് UDFന്റെ പ്രവർത്തകരുടെ ആഗ്രഹം, അതിന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം, ഈ ജനതയുടെ ആഗ്രഹം. അതല്ലാതെ ഭരണം നിങ്ങളുടെയായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ കലാപം നടക്കണമെന്നാണോ ഞങ്ങൾ ആഗ്രഹിച്ചത്? ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവരായി ഇവര് മാറുകയാണ്. വെള്ളത്തിൽ നിന്നൊരു മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ഭരണമില്ലാതായി പോകുമെന്ന് കണ്ട് CPMകാർ പുറത്തു കടന്ന് പെടക്കുന്നത് എന്നുള്ളത്, അവരുടെ ഭരണ നേതൃത്വം പെടക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകരും വിലയിരുത്തട്ടെ, അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ വിലയിരുത്തട്ടെ. കേരളത്തിലെ BJPയുടെ വക്താക്കളായി CPMന്റെ ഭരണ നേതൃത്വം മാറുന്നതിനെ അവര് ശ്രദ്ധിക്കട്ടെ. AK ബാലനെ പോലുള്ള നേതാക്കന്മാർ
പേര് ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കട്ടെ ജനങ്ങൾ, 2 മാസം തികച്ചില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. അപ്പൊ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല, പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് വർഗീയത, അവസാനത്തെ കച്ചിത്തുരുമ്പ് വിഭാഗീയത നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട തോൽവിയേക്കാൾ അതിലും വലിയ തോൽവി നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ ജനത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആവർത്തിച്ചത്, നിങ്ങളോട് അഭ്യർത്ഥിച്ചത്, SIRന്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായ സാന്നിധ്യം താഴെ തട്ടിൽ, വീടുകളിൽ, ബൂത്തിൽ, അല്ലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവാൻ മാഷെ മറ്റാരെക്കാളും നിങ്ങൾ രംഗത്തിറങ്ങണം. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയണം, നിങ്ങൾ വീടെത്തണം. അവിടെ എത്തിയില്ലാത്തവരുടെ വോട്ടുകൾ അതിന്റെ രേഖകൾ സഹിതം തിരിച്ചെത്തിച്ചതുണ്ടെന്ന് അന്തിമ പട്ടിക വന്നതിന് ശേഷവും ഉറപ്പുവരുത്താനുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ ഒരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവരുത്. വാർഡിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഇറങ്ങണം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശത്തെ, പൗരന്റെ വോട്ടെന്ന അവകാശത്തെ, അതിനെപ്പോലും കവരാൻ ഒരു സംവിധാനം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോ അതിനെ ജനാധിപത്യ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് വിനീതമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 13-14 KPCCയുടെ നേതൃത്വത്തിൽ ഒരു സമരം, രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പെന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റിയ, അവന്റെ കുടുംബത്തിന്റെ അടുപ്പിൽ തീ പുകയുമെന്ന് ഉറപ്പുവരുത്തിയ, ഒരു ചെറിയ മരുന്ന് വാങ്ങാൻ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ അവർക്ക് കരുത്ത് നൽകിയ, പേരക്കുട്ടിക്ക് ഒരു 5 രൂപയുടെ മിഠായി വാങ്ങാൻ മറ്റു മകന്റെ വരുമാനത്തിന് കാത്തു നിൽക്കാതെ അവനവന്റെ കൂലി കിട്ടും അതിൽ നിന്ന് 5 രൂപയുടെ ഒരു മിഠായി വാങ്ങി പേരക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ സന്തോഷം കാണാൻ കാത്തുനിന്നൊരു അമ്മയുടെ മുമ്പിൽ, കാത്തുനിന്നൊരു വീട്ടമ്മയുടെ മുമ്പിൽ, കാത്തുനിന്നൊരു സഹോദരിയുടെ മുമ്പിൽ അവർക്ക് കരുത്തായി മാറിയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗ്യാരണ്ടിയെയും അതിന്റെ ലോകത്തിന്റെ മുമ്പിൽ കിടാവിളക്കായ ഗാന്ധി എന്ന മഹാത്മാവിന്റെ പേരിനെയും അതിനെ രണ്ടിനെയും തകർത്ത നരേന്ദ്രമോദിയുടെ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി തെരഞ്ഞെടുപ്പിന് മാറ്റാൻ, ആ പാവങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തൊഴിലുറപ്പിൽ നിന്ന് ഗാന്ധിയെയും ഗ്യാരണ്ടിയെയും തകർത്ത മോഡി സർക്കാരിനെതിരായി സമര പരമ്പരകൾക്ക് നമ്മൾ നേതൃത്വം നൽകാൻ പോകുന്നു. ആ സമര പരമ്പരകൾക്കും നിങ്ങളും സഹപ്രവർത്തകരും പങ്കെടുക്കണമെന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോഴിക്കോട്ടെ കോർപ്പറേഷന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കോർപ്പറേഷനിൽ BJPക്ക് കിട്ടിയ സീറ്റുകളുടെ കാര്യത്തിൽ അവര് നന്ദി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനോടല്ല, അവര് നന്ദി പറയുന്നത് പ്രധാനമന്ത്രിയോടല്ല, അവര് നന്ദി പറയുന്നത് BJP നേതൃത്വത്തോടല്ല, അവര് നന്ദി പറയുന്നത് ജനങ്ങളോട് പോലുമല്ല. കോഴിക്കോട്ടെ കോർപ്പറേഷനിൽ BJPക്ക് കിട്ടിയ സീറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടി ശ്രദ്ധാപൂർവം ആ വാർഡുകളെ കീറി മുറിച്ചു കൊടുത്ത CPM നേതൃത്വത്തോടാണ് കോഴിക്കോട്ടെ BJPക്കാർ നന്ദി പറയേണ്ടത്. ഒരു സംശയം നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട. BJPക്ക് കിട്ടിയാലും ശരി UDF ജയിക്കരുത് എന്ന തരത്തിലേക്കുള്ള പൊളിറ്റിക്സ് ഈ CPM പരസ്യമായി കൊണ്ടു നടക്കുന്നതിനെ ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കരുത്. നാഴികക്ക് 40 വട്ടം കോൺഗ്രസിനെ വിമർശിക്കുന്ന, ലീഗിനെ വിമർശിക്കുന്ന, UDFനെ വിമർശിക്കുന്ന ഇടതുപക്ഷത്തെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരന്തര ഇടപെടൽ നടത്തുന്ന ആളുകൾ, ആ 2 അക്ഷര ഇനീഷ്യലുള്ള ആളുകൾ പോലും ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ബാലേട്ടന്റെ നാവും വർത്താനവും അതൊക്കെ എന്താണ് എന്നുള്ളത് അവര് പോലും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനി നമ്മുടെ മുമ്പിൽ വിശ്രമരഹിതമായ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരാൻ പോകുന്നു. ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടെ കോഴിക്കോട് ജനത കാത്തിരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു. UDFന്റെ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു. ജനങ്ങളുടെ
ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു. ഈ നാടിന്റെ സമാധാനത്തെ, ഐക്യത്തെ കാക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്നു. അതിന്റെ പ്രവർത്തന പന്താവുകളിൽ ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ചരിത്രം തിരുത്തിക്കുറിച്ച വിജയം 25 വർഷത്തിന് ശേഷം, 20 വർഷത്തിന് ശേഷം ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷനിലെ മികച്ച മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ മുന്നേറ്റം, ഗ്രാമപഞ്ചായത്തുകളിൽ 10-22 ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്ത മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും മുന്നേറ്റം, വാർഡ് മെമ്പർമാരുടെ എണ്ണത്തിൽ മുന്നേറ്റം. ആ മുന്നേറ്റം നിങ്ങളെ കൊണ്ടുകൂടി ഉണ്ടായ, നിങ്ങളുടെ അധ്വാനത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും പേരിലുണ്ടായ നേട്ടമാണ്. ആ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ, അത് തലയിലേക്ക് എടുക്കാതെ വിനയത്തോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതൃത്വത്തിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.